ഹലോ, ഗുഡ് ഈവനിംഗ്. ചൂടേറിയ ഒരു വാർത്താപ്പകൽ, വെയിലാറുമ്പോഴും പൊള്ളുന്ന വിഷയങ്ങളും ചർച്ചയാകുന്ന വാർത്തകളും ഏറെയുണ്ട്. പ്രേക്ഷകർ 24-ലൂടെ ആദ്യമറിഞ്ഞ വാർത്തകളിൽ ചിലത് ആഴത്തിലുള്ള വിശകലനവും ഇടപെടലും ആവശ്യപ്പെടുന്നതാണ്. ഇന്നത്തെ പകലിനെ സജീവമാക്കിയ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ വാർത്തകളിലെ വിശദമായ അന്വേഷണമാണ് ഇനിയുള്ള ഒരു മണിക്കൂർ. ന്യൂസ് ഓൺ ടോപ്പ് പ്രയോറിറ്റി 1, 2, 3. 1, 2, 3 ന്യൂസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പെഹൽഗാം ഭീകരാക്രമണത്തിൽ കനത്ത നയതന്ത്ര തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോഴിതാ മറുതന്ത്രം എന്ന നിലയ്ക്ക് പാകിസ്ഥാനും നയതന്ത്ര തലത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, നമ്പർ 1 ന്യൂസിലേക്ക് ആദ്യം. നയതന്ത്ര യുദ്ധം. പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര പോര് കനക്കുകയാണ്. ഇന്ത്യയുടെ നടപടികൾക്ക് പിന്നാലെ ഷിംല കരാർ പാകിസ്ഥാൻ മരവിപ്പിച്ചു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് മുന്നിൽ വ്യോമപാത അടയ്ക്കാനും വ്യാപാരം അവസാനിപ്പിക്കാനും പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി തീരുമാനിച്ചു. പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യക്കാരുടെ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം പാകിസ്ഥാനെതിരായ നടപടികൾ വിദേശ രാജ്യങ്ങളുടെ സ്ഥാനപതിമാരെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രാഷ്ട്രപതിയെ കണ്ട് ആഭ്യന്തര വിദേശകാര്യമന്ത്രിമാർ സാഹചര്യങ്ങൾ അറിയിച്ചു. വൈകിട്ട് 6 മണിക്കാണ് പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ, ഒപ്പം തന്നെ ദില്ലിയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ. ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, ഇന്നലെയാണ് ഇന്ത്യ നയതന്ത്ര തലത്തിൽ തിരിച്ചടി നൽകുന്ന തീരുമാനങ്ങൾ പുറത്തുവിട്ടത്. ഇന്നിപ്പോൾ അല്പസമയം മുൻപ് അവിടുത്തെ സുരക്ഷാ സമിതി യോഗം, അതിനുശേഷം ചില തീരുമാനങ്ങൾ, അവരെങ്ങനെയാണ് തിരിച്ചടിക്കുന്നത് എന്നതിന്റെ വിശദാംശം. തീർച്ചയായും അനുജ, നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി പാകിസ്ഥാന്റെ NSCയുടെ യോഗം ചേർന്നതിന് ശേഷം വന്ന വാർത്താക്കുറിപ്പിൽ ആദ്യം തുടക്കത്തിൽ തന്നെ പാകിസ്ഥാൻ എത്രത്തോളം പ്രകോപനം ഇന്ത്യക്ക് മേൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. തുടക്കത്തിൽ പറയുന്നത്, ദ നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി മെയ്ഡ് ഫോളോയിങ് ഒബ്സർവേഷൻ. ഫസ്റ്റ്, the Kashmir remains an unresolved dispute between Pakistan and India as recognized through multiple UN resolutions. Pakistan continue to support the right of self-determination of the Kashmiri people എന്നതാണ് പറയുന്നത്. കശ്മീരിലെ ജനങ്ങളുടെ സ്വയം നിർണയ അവകാശത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ, കശ്മീരിൽ ഇപ്പോഴും പാകിസ്ഥാൻ ഉന്നയിക്കുന്ന അവകാശവാദം അത് കുറച്ചുകൂടി ഈ ഒരു സാഹചര്യത്തിൽ കൂടി അവർ ആ വിഷയം വീണ്ടും ഉന്നയിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിന്നീട് പ്രധാനപ്പെട്ട ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് പാകിസ്ഥാൻ ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയാൽ അത് ഒരു ആക്ട് ഓഫ് വാർ ആയി കാണും, അതായത് ഒരു യുദ്ധം ആയി അതിനെ കാണും. അതുകൊണ്ട് ആ തരത്തിൽ തന്നെ ഞങ്ങൾ മറുപടി നൽകുകയും അത്തരം നീക്കങ്ങൾ തടയുകയും ചെയ്യും എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. ഒപ്പം തന്നെ ഈ പാകിസ്ഥാന് മേലെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതൊന്നും തന്നെ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ജനങ്ങളെ ഇളക്കിവിടാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് നടത്തുകയാണ് എന്നൊരു ആരോപണം കൂടി ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നു. അതോടൊപ്പം വ്യോമപാത അടയ്ക്കുന്നു. ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് പാകിസ്ഥാന്റെ വ്യോമപാത ഇനിയിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. നേരത്തെ തന്നെ സൗദിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാന്റെ വ്യോമപാത ഒഴിവാക്കിയാണ് അറബിക്കടലിന് മുകളിലൂടെ പറന്നാണ് ഇന്ത്യയിലേക്ക്, ഗുജറാത്ത് വഴി ദില്ലിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് നേരത്തെ തന്നെ പ്രധാനമന്ത്രി അത്തരമൊരു നീക്കം നടത്തിയതാണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ എയർലൈനുകൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പാകിസ്ഥാൻ പറയുന്നു. വാഗ അതിർത്തി പാകിസ്ഥാനും അടച്ചു. നേരത്തെ കഴിഞ്ഞ ദിവസം ഇന്ത്യ ആ പ്രഖ്യാപനം നടത്തിയതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് അത് അടച്ചിരിക്കുന്നു. അതിർത്തി വഴി അകത്തേക്ക് പ്രവേശിച്ച ഇന്ത്യക്കാരൊക്കെ തന്നെ ഏപ്രിൽ 30-ാം തീയതിക്കകം പുറത്തേക്ക്, അതേ വഴി തന്നെ പുറത്തേക്ക് പോയിരിക്കണം എന്നതാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ത്യക്കാർക്കുള്ള വിസയൊക്കെ റദ്ദാക്കാൻ വേണ്ടി പോകുന്നു. 48 മണിക്കൂറിനകം ഇന്ത്യക്കാരൊക്കെ രാജ്യം വിടണം എന്നും പറയുന്നു. ഒപ്പം സേനാ ഉപദേശകർ ഈ ഹൈക്കമ്മീഷനുകൾ ഉണ്ടാകും. ഇന്ത്യയുടെ ഹൈക്കമ്മീഷനിലുള്ള പാകിസ്ഥാനിലുള്ള സേനാ ഉദ്യോഗസ്ഥരോട് ഉടനെ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യയും നേരത്തെ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഇത് അവസാനിപ്പിക്കുന്നു. ഏതെങ്കിലും മൂന്നാമതൊരു രാജ്യം വഴി നടക്കുന്ന വ്യാപാരത്തെ പോലും ഞങ്ങൾ അനുവദിക്കില്ല എന്നതാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഷിംല കരാർ അടക്കമുള്ള നിർണായകമായ ഉടമ്പടികളിൽ നിന്നൊക്കെ തന്നെ പാകിസ്ഥാൻ പുറകോട്ട് പോകുന്നു. ഒപ്പം മാത്രമല്ല, ഈ വാർത്താക്കുറിപ്പിൻ്റെ ഏറ്റവും ഒടുവിലെ ഭാഗത്തേക്ക് വഖഫ് ബില്ലിനെ കുറിച്ചുകൂടി ഒരു പരാമർശമുണ്ട്. കശ്മീരിൽ ജനങ്ങളെ, മൈനോറിറ്റിയെ ഒക്കെ അടിച്ചമർത്താൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ശ്രമിക്കുന്നു. വഖഫ് ബില്ല് അത്തരത്തിൽ മൈനോറിറ്റിയെ, ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ വേണ്ടിയാണ് എന്നുകൂടി പറഞ്ഞാണ് ഈ വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. അങ്ങനെ പ്രകോപനത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ, ഒരു തരത്തിലും പിന്നോട്ടില്ല. ഏതായാലും ഇന്നോ നാളെയോ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒരു മിസൈൽ പരീക്ഷണം കൂടി കടലിൽ വെച്ച്
നടക്കും. അതിന് മുന്നോടിയായി ഇന്ത്യ INS സൂറത്തിൽ നിന്ന് ഒരു മിസൈൽ പരീക്ഷണം വിജയകരമായി നടപ്പാക്കുകയും ഇന്ത്യയുടെ കരുത്ത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പാകിസ്ഥാന്റെ ഓഹരി വിപണികളിൽ വിപരീതമായി പ്രതിഫലിക്കുന്നുമുണ്ട്. അതൊക്കെ വലിയ തിരിച്ചടി നേരിടുകയും പാകിസ്ഥാനിലെ നിക്ഷേപകർക്ക് വലിയ നഷ്ടവും ഉണ്ടാവുന്നുണ്ട്. ഏതായാലും ഈ സാഹചര്യം പാകിസ്ഥാനിലെ ജനങ്ങളെ കൂടി ബുദ്ധിമുട്ടിക്കും എന്നതിന്റെ സൂചനയായി അതുകൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അതാണ് ദിലീപ് കുമാറിലേക്ക് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നാണ് തത്സമയ വിവരങ്ങളുമായി ദിലീപ് കുമാർ ചേരുന്നത്. ദിലീപ്, ഇപ്പോൾ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടുള്ള ചില നടപടികൾ അതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് അപ്രതീക്ഷിതമൊന്നുമല്ല, പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത് വലിയൊരു നടപടിയാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നൊക്കെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? അത്തരത്തിലേക്കുള്ള നടപടികളൊന്നുമല്ലല്ലോ ഇത്. അനുജ, ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ച് അതീവ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടികളാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ നദീജല കരാർ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന, ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അത് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒഴുകുന്ന ചില നദികൾ, ആ 3 നദികൾ ഏറ്റവും പ്രധാനമായുള്ളത് സിന്ധു, ഝലം, ചെനാബ് നദികൾ. ഈ നദികളിലെ ജലത്തിൻ്റെ 80% അവകാശവും പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ എന്നത് ഏഷ്യയിലെ ഏറ്റവും അധികം വരൾച്ച നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ്. ആ രാജ്യത്ത് തന്നെ പാകിസ്ഥാനിലെ ഏറ്റവും കാർഷിക സമ്പന്നമായ സ്ഥലങ്ങളെന്ന് പറയുന്നത് പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളാണ്. ആ പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളെ ജലസമൃദ്ധമാക്കുന്നത് ഈ സിന്ധു നദിയുടെ പോഷക നദികൾ, സിന്ധു നദിയും പോഷക നദികളും നൽകുന്ന ജലം കൊണ്ടാണ്. അത് ആ ജലത്തിന്മേൽ ഇന്ത്യ അതിൻ്റെ നിയന്ത്രണാധികാരം ഊട്ടിയുറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പാകിസ്ഥാനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പാകിസ്ഥാൻ്റെ GDPയുടെ 24% ഈ പഞ്ചാബ്, സിന്ധു മേഖലയിൽ നിന്നാണ്. മാത്രമല്ല അവിടെയുള്ള ഈ തൊഴിലിൻ്റെ തന്നെ 45%, കയറ്റുമതിയുടെ 60% വരുന്നത് ഈ മേഖലയിൽ നിന്നുള്ള അതിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളാണ്. തൊഴിലാകട്ടെ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുക്കുന്നവരാണ്. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് ഈ നദീജല കരാർ എന്നുള്ളത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ന് ഒരുപക്ഷെ അവരുടെ വാർത്താക്കുറിപ്പിൽ സുരക്ഷാകാര്യ സമിതിയുടെ യോഗത്തിന് ശേഷം അറിയിച്ചിരിക്കുന്നത് ഈ നദീജലം തടയുന്നത് ഒരു യുദ്ധമായി കണക്കാക്കും എന്നത്. അവിടെയുള്ള ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുക, അവരുടെ ഉപജീവന മാർഗം ഇല്ലാതാക്കുക എന്നതാണ് ഇതിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും പാകിസ്ഥാനെ സംബന്ധിച്ച് അത് ഒരു വലിയ തിരിച്ചടി തന്നെയാണ്. കേന്ദ്ര സർക്കാരിനെയും ഇന്ത്യയെയും സംബന്ധിച്ച് ഒരു രക്തരഹിതമായ തിരിച്ചടി എന്ന് തന്നെ പറയാം. കാരണം ആരുടെയും ചോര ചിന്താതെ തന്നെ വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷിംല കരാറിൽ നിന്ന് പിന്മാറുമെന്ന പ്രഖ്യാപനമൊക്കെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഏതായാലും ഇപ്പോൾ എടുത്തിട്ടുള്ള നടപടികൾ, നീക്കങ്ങളൊക്കെ വളരെ ആലോചിച്ചുറപ്പിച്ച്, വളരെ ചിന്തിച്ചുറപ്പിച്ച തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ കാര്യത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കുന്ന നടപടികളെ അത്ര ഗൗരവത്തിൽ കാണുന്നുമില്ല. അതേസമയം ഭീകരതയ്ക്കെതിരായ പോരാട്ടം അതിൻ്റെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാനാണ് എന്ന നിലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നടത്തിയ പ്രസംഗം, ശക്തമായി തിരിച്ചടിക്കും എന്ന നിലയിലുള്ള പ്രതികരണങ്ങൾ, ഇതൊക്കെ തന്നെ പാകിസ്ഥാനാണ് കൂടുതൽ അവർക്കാണ് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതും അവരെയാണ് കൂടുതൽ വിഷമവൃത്തത്തിലേക്ക് തള്ളിവിടുന്നതും. അനുജ, അതാണ് ദിലീപ് കുമാറും ശ്രീനാഥ് ചന്ദ്രനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കൊപ്പം തത്സമയം അതിഥികൾ ചേരുന്നുണ്ട്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, ബ്രിഗേഡിയർ N ബാലൻ, ഒപ്പം തന്നെ റിട്ടയർഡ് കേണൽ S ഡിന്നി എന്നിവരാണ് തത്സമയം അതിഥികളായി ചേരുന്നത്. ആദ്യം ഞാൻ പോകുന്നത് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളിലേക്കാണ്. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ, ഗുഡ് ഈവനിങ്. ഈ വിഷയം ഇപ്പോൾ കൃത്യമായി തന്നെ മതം പറഞ്ഞുകൊണ്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനമാണ് നമ്മൾ ഇവിടെ കണ്ടത്. നമുക്കൊക്കെ അറിയാം മതവും ഭീകരവാദ പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന്. പക്ഷേ പേര് ചോദിക്കുന്നു, കല്ലിമ ചൊല്ലാൻ പറയുന്നു, അതിനുശേഷം വെടിവെച്ച് കൊല്ലുകയാണ്. പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് കൃത്യമായി തന്നെ ഒരു ഡിവൈഡ് ഉണ്ടാക്കുക, 2 വിഭാഗങ്ങൾ തമ്മിൽ ഇന്ത്യയിൽ വന്നൊരു ഡിവൈഡ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ടല്ലേ ഇങ്ങനെയൊരു കുറ്റകൃത്യം ഇവർ ചെയ്തിരിക്കുന്നത്? തീർച്ചയായും ഈ ഒരു രീതിയിലുള്ള പരാമർശങ്ങൾ, കാരണം ഒരുപാട് കാലമായി 9/11 തുടങ്ങിയതാണ് ഈ ഒരു ഭീകരാക്രമണം. തീർത്തും ഒരു മതത്തിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള അക്രമവും അതുപോലെ ഭീകരപ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ തീർച്ചയായും അത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതിനെ ഒന്നടങ്കം ഞങ്ങൾ അപലപിക്കുകയാണ്.
ഇത് ഒരു മതത്തിൻ്റെ പേരിൽ പേര് പറഞ്ഞ് പേര് ചോദിച്ച് ഇങ്ങനെ അവരെ കൊലപ്പെടുത്തുമ്പോൾ തീർച്ചയായും ഇതിൽ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസ് കൊല്ലപ്പെടുമ്പോൾ ഇവിടെ ഒരു വലിയ ഒരു മതേതര സാഹചര്യം ഇവിടെയുണ്ട്, മതേതര ബോധമുണ്ട്. ഇങ്ങനെ ഒരു സമാധാനത്തിൽ നീങ്ങിപ്പോകുന്ന ഈ രാജ്യത്ത് സമാധാനം ഇല്ലാതാവുന്നു, മതങ്ങൾ തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തിന് വലിയ കോട്ടം തട്ടുന്നു. തീർച്ചയായും ഇത്തരത്തിലുള്ള ഈ നടപടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു സമീപനം തീർച്ചയായും ഇത് എല്ലാ രീതിയിലും ഇതിൽ നിന്നും രക്ഷിക്കാനും ഇതിൽ നിന്നും മോചിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്ന വ്യത്യാസമില്ലാതെ ഭരണകൂടം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും ഇതിനെതിരെ ശക്തമായ രീതിയിൽ പോരാടാൻ ഈ രാജ്യത്തെ ജനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസമാണ് നമുക്കുള്ളത്. തീർച്ചയായും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ഒരുപാട് ഭീകരാക്രമണം നടന്നിട്ടുണ്ട്. അതിനെതിരെ ശക്തമായ രീതിയിൽ ഇന്ത്യക്കാർ ഒരുമിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലും ഇതിനെ ശക്തമായി നേരിടാൻ ഏത് മതവിശ്വാസികളും ഒന്നിച്ചുകൊണ്ട് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും മതമില്ല. അതിനപ്പുറത്തേക്ക് ഈ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്തിനും മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുവാനും നമ്മളൊക്കെ ഒന്നായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അതെ, ഇവിടെ ഇവർ കലിമ ചൊല്ലാൻ പറയുകയാണ്. ഇത് ഏത് പ്രവാചകനാണ് അല്ലെങ്കിൽ ഏത് ഖുർആനാണ് ഇത്തരത്തിൽ കൊലപാതകത്തിന് ആഹ്വാനം ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇവർ തന്നെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് അതിൽ ആത്മാഭിമാനം കൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഇത്തരത്തിലേക്ക് പ്രവൃത്തി ചെയ്യുമ്പോൾ ഇവരുടെ തന്നെ വിശ്വാസ പ്രമാണങ്ങളെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണല്ലോ. ഇത് കശ്മീരിയത്തിനെതിരായ ഒരു പോരാട്ടമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇന്നിപ്പോൾ ഒരു ലേഖനത്തിൽ വായിച്ചതാണ്. അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയല്ലേ പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ? അല്ല, ഒരു ഇസ്ലാം മതവിശ്വാസം ഒരിക്കലും ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ കലിമ ചൊല്ലിപ്പിച്ചുകൊണ്ട് മരിക്കാനോ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇവിടെ നമുക്ക് സമാധാനപരമായി ജീവിക്കാനും ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും കൊലപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരെയും കൊലപ്പെടുത്തിയ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മതത്തിൻ്റെ പേരിൽ ഇവിടെ നടന്നിട്ടുള്ള അല്ലെങ്കിൽ മതം ചോദിച്ച് അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ചോദിച്ച് കൊലപ്പെടുത്തിയത് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതിനെ എല്ലാ രീതിയിലും ഇസ്ലാം ഒരിക്കലും അങ്ങനെ ഒരു രീതിയിൽ ഖുർആനോ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രമോ ഒരിക്കലും ആ രീതിയിൽ വിശ്വാസികളോട് പറഞ്ഞിട്ടുമില്ല. ഇതിൻ്റെ ശക്തമായ രീതിയിലുള്ള ഒരു പരാമർശമാണ് ഖുർആൻ എപ്പോഴും എടുത്തിട്ടുള്ളത്. ഖുർആനും ഇസ്ലാമിക പ്രത്യയശാസ്ത്രവും ഇവിടെ കാരുണ്യവും മനുഷ്യൻ്റെ ജീവിതവും യുദ്ധങ്ങളിൽ പോലും അവിടെ സമാധാനം പാലിക്കാനും അവിടെ സിവിലിയൻസ് ആയിട്ടുള്ള ആളുകളെ അവരെ കരുതാനുമാണ് എപ്പോഴും ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരാളെ വധിക്കുവാനോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുവാനോ ഉള്ള ഒരു ഉപദേശവും ഇസ്ലാം നൽകിയിട്ടില്ല. അങ്ങനെ ഉപദേശിക്കുന്നവർ മതത്തെ അറിയാത്തവരാണ്. തീവ്രവാദമാണ് അവരുടെ മതം, ഭീകരമാണ് അവരുടെ മതം. ഒരിക്കലും ഇസ്ലാം അല്ല അവരുടെ മതം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, ഇതിപ്പോൾ ഈ ഏതാനും നാൾ മുൻപ് പാകിസ്ഥാൻ സൈനിക മേധാവി പറഞ്ഞ ഒരു കാര്യം അതിപ്പോൾ ചർച്ചയായി വരുന്നുണ്ട്. കശ്മീർ പാകിസ്ഥാന്റെ അവിഭാജ്യ ഘടകമാണ്, ഇന്ത്യയുടേതല്ല എന്ന് പറയുകയാണ്. ഒപ്പം തന്നെ തങ്ങളുടെ സ്വത്വം എന്ത് എന്നുള്ളത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇതെങ്ങനെയാണ് രണ്ട് രാഷ്ട്രങ്ങളായി മാറിയത്. അപ്പോൾ അവിടെ കശ്മീർ തങ്ങളുടേതാണെന്ന് പറയുമ്പോൾ അത് ഏത് പോയിന്റിലേക്കാണ് വരുന്നത്? അത് കൃത്യമായി നടപ്പാക്കപ്പെടുകയായിരുന്നു ഇവിടെ ഈ ഭീകരവാദികൾ. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത് പാണക്കാട് മുനവർ അലി തങ്ങൾ? അതെ, അത് ഭീകരവാദികൾ അങ്ങനെയുള്ള ചില അവർക്കുള്ള ആശയം അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്, ദ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഈ തലത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് ഇന്ത്യ കശ്മീർ അടക്കമുള്ള സ്റ്റേറ്റ് ഇന്ത്യയുടേതാണെന്നും ഇന്ത്യയുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളും ഭരണഘടനാ അവകാശങ്ങളും ഒക്കെ നൽകപ്പെടുന്നൊരു സമൂഹം കൂടിയാണ് കശ്മീരി സമൂഹം. അവരൊരിക്കലും അത് മറ്റൊരു രാജ്യമാണ്, ഇതിൻ്റെ ഭാഗമാണെന്നും ഇന്ത്യ ആ രീതിയിൽ ഒരിക്കലും മുന്നോട്ട് പോകുന്നുമില്ല. അല്ലെങ്കിൽ ഇവിടെ മറ്റൊരാൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെതിരെ നമ്മൾ ശക്തമായ രീതിയിൽ ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കും എന്നുള്ളതാണ് ഇന്ത്യക്കാരും ഇന്ത്യയെ മതേതരത്തെ സ്നേഹിക്കുന്നവരും മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ നന്ദി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിനും കാര്യങ്ങൾ വിശദീകരിച്ചതിനും. നമുക്കൊപ്പം ബ്രിഗേഡിയർ എൻ ബാലൻ, ഒപ്പം തന്നെ റിട്ടയർഡ് കേണൽ എസ് ഡിന്നി കൂടി ഉണ്ടാവും തത്സമയം.
വെൽക്കം ബാക്ക് ടു 123 ന്യൂസ്. നമ്മൾ നമ്പർ 1 ന്യൂസിൽ തന്നെ നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പെഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ. നമുക്കൊപ്പം അതിഥികളുണ്ട്. ബ്രിഗേഡിയർ എൻ ബാലൻ, ഒപ്പം തന്നെ റിട്ടയർഡ് കേണൽ എസ് ഡിന്നി എന്നിവരാണ്. ആദ്യം ഞാൻ പോകുന്നത് ബ്രിഗേഡിയർ എൻ ബാലനിലേക്കാണ്. ബ്രിഗേഡിയർ ബാലൻ, ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാവുന്നതുപോലെ കശ്മീർ എന്നുള്ളത് എപ്പോഴും പാകിസ്ഥാൻ ഒരു പിടിവള്ളിയാണ്. അവിടെ എപ്പോഴൊക്കെ അരാജകത്വം ഉണ്ടാകുന്നു, ഏത് തരത്തിലാണെങ്കിലും, സാമ്പത്തികമായാണെങ്കിലും അല്ലെങ്കിൽ എന്ത് തരത്തിലാണെങ്കിലും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉടൻ കശ്മീരിൽ കയറി പിടിക്കും. ആ ഒരൊറ്റ വിഷയത്തിലാണ് അവർ ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധത എന്നും നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഇക്കുറി അവർ വീണ്ടും അതിലേക്ക് കയറി പിടിക്കാനുള്ള ഏറ്റവും പുതിയ സാഹചര്യം എന്തായിരിക്കാം? പല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ബലൂചിസ്ഥാനിലുള്ള അവരുടെ പ്രശ്നങ്ങൾ, അവർ അവിടെ തകർച്ച തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു. താലിബാനിൽ സർക്കാർ അവിടെ അമേരിക്കയുമായി കുറച്ചുകൂടി അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ പിന്തുണയില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നൊരിക്കൽ ബിൽ ക്ലിന്റന്റെ സന്ദർശന സമയത്ത് ആക്രമണം നടത്തിയത് നമുക്കറിയാം. നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യയിലെ സന്ദർശനം, അതായത് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുമ്പോൾ എവിടെയാണ് പാകിസ്ഥാൻ ഇവിടെയൊക്കെ നിൽക്കുന്നത്? സാമ്പത്തിക സ്ഥിതിയിൽ എവിടെയാണ് പാകിസ്ഥാൻ? ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ ആ തിരഞ്ഞെടുത്ത സമയം എന്നുള്ളത് അത് പ്രധാനമല്ലേ ബ്രിഗേഡിയർ എൻ ബാലൻ? ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി പ്രതിപാദിച്ചതുപോലെ സമയം ഇതിന് ഒരു ഇന്റഗ്രൽ ഫാക്ടറായിട്ട്, അതായത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തെന്നാൽ ഇത് വളരെ നാളുകളായിട്ടുള്ള അവരുടെ ഒരു സമീപനമാണ് കാശ്മീരിലേക്ക്. കാശ്മീരിനെ അവരെന്തുകൊണ്ട് കാശ്മീരിലെ പാകിസ്ഥാനിലേക്ക് ചേർക്കാൻ ആഗ്രഹിക്കൂ എന്നുള്ളത് കാശ്മീരികളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. കാശ്മീരിൽ നിന്നാണ് ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളെല്ലാം ഉത്ഭവിക്കുന്നതോ അല്ലെങ്കിൽ ആ കാശ്മീർ വഴിയാണ് വരുന്നത്. ഇൻഡസ് നദിയാണെങ്കിലോ ചെനാബ് ആണെങ്കിലോ അങ്ങനെ ഏത് 6 നദികൾ എടുക്കുകയാണെങ്കിലും എല്ലാം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് മിക്കതും എല്ലാം കാശ്മീരിൽ കൂടിയാണ് വരുന്നത്. അതിന്റെ ഉറവിടങ്ങൾ പിടിച്ചെടുക്കണമെങ്കിൽ അവർക്ക് കാശ്മീർ വേണം. അതാണ് അവരുടേതായിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ വേറെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റീസൺ അവർക്കില്ല. രണ്ടാമത്തത് ഉള്ളത്, കാശ്മീർ പിടിച്ചെടുക്കുകയാണെങ്കിൽ ചൈനയുമായിട്ട് ആ അതിർത്തി അവർക്ക് വളരെ അധികം ലഘൂകരിക്കും. അവർക്ക് ഇവിടെയുള്ള ഒരു മേജർ ആയിട്ടുള്ള, അതായത് ഒരു അഡ്വാൻറ്റേജ്, അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ ഈ പർവ്വതനിരകളുടെയും ഭൂതലത്തിന്റെയും കിടപ്പനുസരിച്ച് പാകിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്ക് വരാനാണ് കൂടുതൽ എളുപ്പം. ഇന്ത്യയിൽ നിന്ന് കാശ്മീരിലേക്ക് പോകാനുള്ള പല പർവ്വത നിരകളും കടന്നിട്ടേ പോകാൻ പറ്റും. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യ ചെയ്യുന്നത് ഗുരുദാസ്പൂരിൽ നിന്നും ഫിറോസ്പൂരിൽ നിന്നും റെയിൽവേ ലൈൻ ഉണ്ടായിരുന്നു. അത് ഷക്കർഗഡ് എന്നിപ്പോൾ പാകിസ്ഥാന്റെ സ്ഥലത്തിരിക്കുന്ന അവിടെ കൂടിയാണ് റെയിൽവേ ലൈൻ കയറി കാശ്മീരിലെ പല സ്ഥലങ്ങളിലും എത്തിയിരുന്നത്. ഇന്ത്യയിൽ പണ്ട് ഉണ്ടായിരുന്ന റെയിൽവേ ലൈൻ ജമ്മു അല്ലെങ്കിൽ പഠാൻകോട്ട് വരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഈ റെയിൽ ഡെവലപ്മെന്റ് വന്നത്. അപ്പം അതവരുടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ നദികളുടെ ഉറവിടങ്ങൾ അത് അവർ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അവരുടെ എക്കോണമി, സാമ്പത്തിക അവസ്ഥ സേഫായിട്ട് നിൽക്കും. ഈ നദികളിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് അവരുടെ ഒരു കൃഷിയുടെ ഒരു 70% നിന്ന് അവിടെ നിന്ന് ഉൽപ്പാദിക്കുന്ന വിളവുകളിൽ നിന്നാണ്, ഈ നദികളിൽ നിന്നുള്ള വെള്ളം കൊണ്ടാണ് അവിടെ അത് സംഭവിക്കുന്നത്. അത് നിർത്തലാക്കുമ്പോൾ അതിൻ്റെതായ ആഘാതങ്ങൾ അവർക്കുണ്ടാകും. അതാണ് ഏറ്റവും വലിയ കാരണം. പിന്നെ അവരുടെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു സ്ട്രാറ്റജി, ഒരു തന്ത്രമാണ് യുദ്ധതന്ത്രം. അതായത് ഇന്ത്യയായിട്ട് നേരിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ സൈന്യശക്തിയോ അവർക്കില്ല. ഒരു ചെറിയ രാജ്യമാണ്. അവരുടെ രാജ്യത്തിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വസ്തുതകളൊക്കെ അവർക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്നില്ല. ആ ഉറപ്പ് കിട്ടാതിരിക്കുമ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരു സന്നദ്ധത കുറവായിരിക്കും. അതിനെതിരെ 1000 കൊച്ചു മുറിവുകൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സ്ട്രാറ്റജി. അതാണ് താങ്കളുടെ നിലപാട്. ഞാൻ താങ്കളിലേക്ക് എത്താം. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, ഇപ്പോൾ ഈ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോന്നായി പരിശോധിച്ച് നോക്കിയാൽ അത് അത്ര വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാക്കുന്നതല്ല. ഇനി ഷിംല കരാർ നോക്കിയാൽ എന്താണ് ഷിംല കരാർ? ഇന്ത്യ പാക് സമാധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു കരാറാണ്. പക്ഷേ എന്തെങ്കിലും പാകിസ്ഥാൻ അത് പാലിച്ചിട്ടുണ്ടോ എന്നൊരു വലിയ ചോദ്യമില്ലേ? ഇപ്പോൾ ഇത് റദ്ദാക്കുകയാണെന്ന് ഇപ്പോൾ പറയുമ്പോൾ അതിലെന്ത് പുതുമയാണുള്ളത് ശ്രീ എസ് ഡിന്നി? നോക്കൂ മാഡം, ഈ ഷിംല കരാർ ആക്ച്വലി പറഞ്ഞാൽ അവർ നമുക്കൊരു ഉപകാരമാണ് ചെയ്യുന്നത് ഇത് റദ്ദാക്കിയോണ്ട്. കാരണം ഇതുകൊണ്ട് നമുക്ക് യാതൊരു വിധ ഉള്ള ഒരു പ്രയോജനം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം
ഈ ഷിംല കരാറാണ് പാക് ഒക്യുപ്പൈഡ് കശ്മീർ ഒരു ഭാഗത്ത് നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം ആ ഒരു ലൈൻ ഓഫ് കൺട്രോൾ ആണ് ഈ ഇന്ത്യയുടെ കശ്മീരും പാക് ഒക്യുപ്പൈഡ് കശ്മീരും തമ്മിൽ ഒരു ബോർഡർ എന്നുള്ള രീതിയിൽ ഇപ്പം നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ലൈൻ ഓഫ് കൺട്രോളിന് ആക്ച്വലി ഒരു കൺട്രോൾ ഇല്ലാത്ത ലൈനാണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ സീസ് ഫയറോ അങ്ങനൊന്നുമില്ല. കാലാകാലങ്ങളിൽ ചില സമയത്ത് സീസ് ഫയർ ഉണ്ടാവും, ചില സമയത്ത് അതിന് അവിടെ വലിയ രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ള ഫയറിംഗ് ഒക്കെ നടക്കുന്ന ഏരിയ ആണ്. അതുകൊണ്ട് ഷിംല കരാർ ഒരു കണക്കിന് ഇല്ലാതാവുന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള നല്ലത്. കാരണം നമ്മള് ക്ലെയിം പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീർ മൊത്തത്തിൽ ഇന്ത്യയുടെ ഭാഗമാണ് എന്നുള്ളതാണ്. അത് പലപ്പോഴും ഒരു സമാധാനത്തിന്റെ രീതിയിൽ, അതുപോലെ തന്നെ 1971 യുദ്ധം കഴിഞ്ഞ് പാകിസ്ഥാനെ സംബന്ധിച്ചോളം വളരെയേറെ ബാക്ക് ഫുട്ടിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. നമ്മുടെ കയ്യിൽ ഏകദേശം 93,000 പ്രിസണേഴ്സ് ഓഫ് വാർ ഉണ്ടായിരുന്ന സമയത്ത് അവരെ സംബന്ധിച്ചോളം വലിയൊരു വിക്ടറി ആയിട്ടാണ് അവർ കണ്ടത് ഈ ഷിംല കരാർ അന്ന് നമ്മൾ ഒപ്പിട്ടത്. അപ്പൊ അത് ഇല്ലാതാവുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ നമ്മൾ ഒരു അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ സംബന്ധിച്ചോളം അത് ഭാരതത്തെ സംബന്ധിച്ച് നല്ലതാണ്. കാരണം അങ്ങനെ ഒരു ലൈൻ ഓഫ് കൺട്രോൾ നമ്മൾ ഒരിക്കലും നമ്മളെ ബോർഡർ പോലും അംഗീകരിക്കാത്ത ഒരു കാര്യമാണ്. നേരത്തെ ഒരു കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞത്, അതായത് കശ്മീരിന്റെ എന്താണ് അതിന്റെ ഒരു പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും അതിനെക്കുറിച്ച് ഒരു ഇമോഷണൽ എന്ന് പറഞ്ഞാൽ നേരത്തെ ബ്രിഗേഡിയർ ബാലൻ സർ പറഞ്ഞ പോലെ കറക്റ്റാണ്, വെള്ളത്തിന്റെ ഒരു കാര്യമുണ്ട്. പക്ഷെ അതല്ലാതെ അവരെല്ലാം ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. ആ ഇമോഷണൽ കണക്ട് അവർ കണ്ടെത്തി കണക്ട് ആണ്. അതായത് പാകിസ്ഥാൻ തന്നെ അതിന്റെ അർത്ഥം തന്നെ പഞ്ചാബ്, അഫ്ഗാനിസ്ഥാൻ, കശ്മീർ, ഇൻഡസ്, സിന്ധ്, അതായത് ഹിന്ദുസ്ഥാൻ, അതാണ് അതിന്റെ ഇതെല്ലാം ചേർന്നിരിക്കുമ്പോഴാണ് മതത്തിന്റെ പേരിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുക. അതാണ് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടുത്തെ ആർമി ചീഫ് പോലും പറഞ്ഞത് ഇങ്ങനത്തെ ഒരു മതത്തിന്റെ പേരിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കശ്മീർ വന്നാലേ അവർക്ക് പൂർണ്ണത വരൂ എന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് അവർ ഇത്രയും വർഷങ്ങളായിട്ട് കശ്മീർ നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണെന്ന് അവർ മുറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും നമ്മൾ കാണണം. അതിന്റെയൊക്കെ ഒരു ഫലമാണ് ഇവിടെ ഇപ്പൊ ഈ മതത്തിന്റെ പേരിലൊക്കെ ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് വേർതിരിച്ച് അവർ അറ്റാക്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം. ദയവേ തുടരുക. ഞാൻ ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് പോവുകയാണ്. BSF ജവാൻ പാകിസ്ഥാനിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്ന BSF ജവാനാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായത്. പാക് റേഞ്ചേഴ്സ് ആണ് BSF ജവാനെ കസ്റ്റഡിയിലെടുത്തത്. ബൽറാം നെടുങ്ങാടി പെഹൽഗാമിൽ നിന്ന് വിശദാംശങ്ങളുമായി. ബൽറാം, നിലവിലെ സാഹചര്യത്തിൽ ഒരൽപ്പം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് നൽകാനുള്ള വിവരങ്ങൾ? അനുജ, നിലവിലെ സാഹചര്യത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു BSF ജവാൻ അദ്ദേഹം പാക് സൈന്യത്തിന്റെ, പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ള കാര്യം. പഞ്ചാബ് അതിർത്തിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. സീറോ ലൈൻ മുറിച്ചു കടന്ന 30 മീറ്ററോളം പാക് അതിർത്തിയിൽ വെച്ചാണ് BSF ജവാൻ, ഇയാൾ PK സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്, BSF കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, കൊൽക്കത്ത സ്വദേശിയാണ് ഇദ്ദേഹം അബദ്ധത്തിൽ ഈ സീറോ ലൈൻ മുറിച്ചു കടന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ 30 മീറ്ററോളം എത്തിയ ഘട്ടത്തിലാണ് പാക് റേഞ്ചേഴ്സ് ഇദ്ദേഹത്തെ പിടികൂടുന്നത്. തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും പരിശോധന നടത്തുകയും ഈ BSF ജവാൻ അദ്ദേഹത്തിന് സൈനികമായി നൽകിയ ഉപകരണങ്ങൾ, അദ്ദേഹത്തിന്റെ തോക്ക്, മറ്റ് ടോർച്ച്, കൂടാതെ മാഗസിൻ അടക്കമുള്ള ഉപകരണങ്ങൾ അദ്ദേഹത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിലിപ്പോൾ പാക് റേഞ്ചേഴ്സിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. BSFും പാക് റേഞ്ചേഴ്സും തമ്മിലുള്ള ഫ്ലാഗ് മീറ്റിംഗ് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ചർച്ചകൾ ഇപ്പോഴും സജീവമായി പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടപടികൾ കടുപ്പിച്ച ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഒരു സംഭവം ഏറെ ആശങ്കയുയർത്തുന്നത്. അതെ, ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. BSF ജവാൻ പാകിസ്ഥാനിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്ന BSF ജവാൻ പാകിസ്ഥാന്റെ കസ്റ്റഡിയിലായി. തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാൻ തിരികെ അതിഥികളിലേക്ക് തന്നെ എത്തും, വളരെ വേഗം എത്താം, ചെറിയൊരു ഇടവേള എടുത്തതിന് ശേഷം. ഇന്നത്തെ നമ്പർ 1 ന്യൂസ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പെഹൽഗാം ഭീകരാക്രമണം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊപ്പം അതിഥികൾ തുടരുന്നുണ്ട്. ബ്രിഗേഡിയർ N ബാലൻ, ഒപ്പം തന്നെ റിട്ടയർഡ് കേണൽ S ഡിന്നി എന്നിവർ. ഒരിക്കൽ കൂടി ഞാൻ ബ്രിഗേഡിയർ N ബാലനിലേക്ക് പോകുന്നു. ബ്രിഗേഡിയർ ബാലൻ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര വലിയ തിരിച്ചടി ഭീകരവാദികൾക്ക് നൽകിയിരിക്കുമെന്ന്. 2019 പുൽവാമ ആക്രമണം, അതിനുശേഷമുണ്ടായ സർജിക്കൽ സ്ട്രൈക്ക് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇന്ന് പ്രധാനമന്ത്രി പറയുന്ന ആ വാചകം, നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? താങ്കൾ എന്താണ് മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന്റെ സന്ദേശം വളരെ സ്പഷ്ടമാണ്. അതായത് പണ്ടത്തെ ഇന്ത്യ അല്ല ഇന്നത്തെ ഇന്ത്യ. ഇന്നത്തെ ഇന്ത്യക്ക് വളരെയധികം ശക്തിയുണ്ട്, സൈന്യ ശക്തിയുണ്ട്, മാത്രമല്ല ആയുധ ശക്തിയുണ്ട്. കൂടുതൽ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ
സൗഹൃദ രാഷ്ട്രങ്ങളുണ്ട്, അവരുമായിട്ട് സന്ധികളുണ്ട്. ഇതെല്ലാം ഇരിക്കെ തന്നെ നമ്മളുടെ അതായത് ചില ഏജൻസീസ് ഉണ്ട്, നാഷണൽ NIA-യും അല്ലെങ്കിൽ റോ എന്നിവരുടെ ഈ എത്താനുള്ള ഒരു കഴിവ് 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ അകത്ത് തന്നെ ആന്തരിക കലാപങ്ങൾ ഉള്ളതാണ്. അവരുടേതായിട്ടുള്ള പ്രവിശ്യകൾ തമ്മിൽ തന്നെ ഒരു വ്യത്യാസങ്ങളുണ്ട്. അവിടെ കലാപങ്ങൾ നടക്കാറുണ്ട്. ബലൂചിസ്ഥാനിലാണെങ്കിലും സിന്ധിലാണെങ്കിലും എപ്പോഴും എന്നും പ്രശ്നങ്ങൾ ഇതുപോലെ ഇതിനേക്കാളും ഗുരുതരമായ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് കാരണം അവിടെ അകത്ത് തന്നെ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതെന്താണെന്നുള്ളത് ഞാനിപ്പോൾ സ്പഷ്ടീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നിരുന്നാലും നമ്മൾക്ക് അതിനുള്ള കഴിവ് ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല പാകിസ്ഥാനെതിരെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് ആയിരിക്കണം എന്നില്ല. ഇത് വളരെ നാളുകൾ നടക്കുന്ന ഒരു യുദ്ധമാണ്. അതായത് ഇന്നും നാളെയും തീരാൻ പോകുന്ന കാര്യമൊന്നുമല്ല. ഇത് തീർക്കണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിലുള്ള പ്രവിശ്യകൾ തമ്മിൽ ഒരു ഭിന്നതയുണ്ടാക്കി 1-2 നമ്മൾക്കും പാകിസ്ഥാനും ഇടയ്ക്കായിട്ടൊരു ബഫർ സ്റ്റേറ്റ് പോലെ ടിബറ്റിനെ ചൈന സൃഷ്ടിച്ചതുപോലെ നമ്മൾക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ കാശ്മീരിലുള്ള ജനങ്ങളെ അടുത്തറിയാമെങ്കിൽ അവർക്ക് ഒരു ഇച്ഛയില്ല, പാകിസ്ഥാനായിട്ട് ചേരണമെന്നുള്ള ഇച്ഛ ഇല്ല. ഞാൻ പല സ്ഥലങ്ങളിലും കാശ്മീരിൽ സാധാരണ ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാലങ്ങൾക്ക് ശേഷം അവിടെ ഒരു ബന്ദ് ആചരിക്കുന്നത് ആർക്ക് വേണ്ടിയുള്ള ബന്ദ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ മരണമടഞ്ഞവർക്ക് വേണ്ടി അവർ അവിടെ പ്രകടനം നടത്തുന്നു, സമരം നടത്തുന്നു, ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് പറയുകയാണ്. അതൊക്കെ നൽകുന്ന സന്ദേശം വളരെ വലുതല്ലേ? അതെ മാഡം. 1990-കളിൽ ഇത് തുടങ്ങിയ സമയത്തായിരുന്നെങ്കിൽ ഞാനവിടെ ഉണ്ടായിരുന്നു. പട്ടൻ, സോപ്പൂർ എന്നീ സ്ഥലങ്ങളിൽ അത് വളരെയധികം ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന, വളരെയധികം വൈഷമ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള സ്ഥലങ്ങളോ ഞങ്ങൾക്ക് ആയുധങ്ങളോ അന്ന് ഉണ്ടായിരുന്നില്ല. അന്നത്തെ ജനങ്ങളുടെ പ്രതികരണം, ഏറ്റവും അവസാനം ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് കുപ്പാട എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോഴുണ്ടായിരുന്ന അവരുടെ സമീപനവും തമ്മിൽ ഈ ഭൂമിയും ആകാശവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അവർക്ക് തന്നെ മനസ്സിലായി ഇപ്പൊ ഈ പുതിയ തലമുറയ്ക്ക് അവർക്ക് എന്താണ് ആവശ്യം. അവർക്ക് ഒരു നല്ലൊരു ജീവിത നിലവാരം പുലർത്തണം. അതിനു വേണ്ടിയുള്ളത് കാശ്മീരിൽ ടൂറിസം ഒരു മുഖ്യമായിട്ടുള്ള ഒരു വരുമാന മാർഗമാണ്. അതിനെ എങ്ങനെയെങ്കിലും പുലർത്തി നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം വേണം. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ബന്ധമൊക്കെ ആചരിച്ച് പ്രതികരിക്കുന്നത്. അവിടെ പണ്ട് പല സ്കീമുകളുണ്ട്. അവിടെ ഒന്നും ഗ്രാമങ്ങളിൽ എത്താറില്ലായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ഗ്യാസ് സിലിണ്ടറുകൾ അവർക്ക് കുറച്ചേ കിട്ടുള്ളൂ അതിർത്തിയുള്ള ഗ്രാമങ്ങളിൽ. എല്ലാം ശ്രീനഗറിൽ തന്നെ തീരുമായിരുന്നു. അതുപോലെ കെറസിൻ ഓയിൽ, തണുപ്പ് കാലത്ത് മഞ്ഞിലൊക്കെ അതും കിട്ടില്ലായിരുന്നു. അതെല്ലാം മാറ്റിയുള്ള ഈ സമീപനം ഇപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ അത് രുചിച്ചു കഴിയുമ്പോൾ ഇന്ത്യയുടെ ഒരു അഖണ്ഡ ഭാഗമായി തന്നെ കാശ്മീരികൾ അത് തന്നെയാണ് അവിടെ നിന്ന് ഇപ്പോൾ വരുന്ന സൂചനയും. റിട്ടയർഡ് കേണൽ S. ഡിന്നി, ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇന്നിപ്പോൾ യോഗം സർവകക്ഷി യോഗം നടക്കുമ്പോൾ ആ വിഷയം അവർ ഉന്നയിക്കുകയും ചെയ്യും. നമ്മൾ വായിച്ചതനുസരിച്ച് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ അവിടെ ചില പദ്ധതികൾ ഇടുന്നുണ്ട് എന്നത്. ചൂടിന് കൂടുതൽ കാഠിന്യമേറ്റുന്ന തരത്തിലേക്കായിരിക്കും അത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രഹസ്യയോഗമൊക്കെ ചേർന്നതാണ് എന്ന് പറയുന്നു. പക്ഷേ അത് ഗൗരവത്തിലെടുക്കാതെ പോയൊരു സാഹചര്യം ഉണ്ടായോ? നമ്മുടെ ആളുകൾക്ക് സുരക്ഷ നൽകുന്നതിൽ നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? മേഡം, ഇതിനകത്ത് 3 കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു ടെറർ സ്ട്രൈക്ക് നടക്കുകയാണെങ്കിൽ എല്ലാവരും അപ്പോൾ തന്നെ അല്ലെങ്കിൽ ഇമീഡിയറ്റ്ലി പറയുന്നത് ഒരു ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി, ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അത് പറയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, മീഡിയക്കാർക്കുണ്ട്, ഓപ്പോസിഷൻ പാർട്ടീസിനുണ്ട്, ആർക്ക് വേണമെങ്കിലും പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് ഒരു സെക്യൂരിറ്റി ഏജന്റ് അവിടുത്തെ പ്രവർത്തിക്കുന്നവർക്ക് അവരൊരു 100 ഓപ്പറേഷൻസ് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് 99 അവർ സക്സസ്ഫുൾ ആണെങ്കിലും ഒരെണ്ണം അവർക്ക് അവരെ വിചാരിച്ച കണക്കാത്ത രീതിയിൽ വന്നില്ലെങ്കിൽ അത് ഒരു വീഴ്ചയായിട്ട് നമുക്ക് കാണാം. പക്ഷെ ഈ 99 അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പറഞ്ഞു വന്നത്, ഒരൊറ്റ ഇൻസിഡന്റ് കൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് അതിന്റെ സെക്യൂരിറ്റി ഫെയിലർ ആണോ അല്ലെങ്കിൽ ഇന്റലിജൻസ് ഫെയിലർ ആണോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റലിജൻസ് കിട്ടിയെന്നോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ പ്രവർത്തനം കേണൽ ഡിന്നി, ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കട്ടെ. ഇപ്പോൾ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ അവിടെ ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു യോഗം ചേർന്നതാണ്.
എന്നിട്ട് പോലും അവിടെ ഇത്ര എളുപ്പത്തിലേക്ക് എങ്ങനെയാണ് ഇവർക്ക് കടന്നു വരാൻ കഴിഞ്ഞത് എന്ന ചോദ്യമുണ്ടല്ലോ. നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ വളരെ കൂളായി നടന്നു പോവുകയാണ്, വെടിവെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിൽ നമ്മളുടെ സുരക്ഷാ സേനയിലും നമ്മളുടെ രാജ്യത്തിൻ്റെ ഈ തരുന്ന വിശ്വാസത്തിലും ഒക്കെ ഉറപ്പ് ഉണ്ട് എന്ന് കരുതിയാണ് അങ്ങോട്ടേക്ക് സാധാരണക്കാരായ വിനോദസഞ്ചാരികൾ എത്തിയത്. അവിടെ പിഴവ് സംഭവിച്ചില്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരം തന്നെയാണ് മാഡം. കഴിഞ്ഞ വർഷം 2.35 കോടി ആളുകളാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ ടൂറിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് മുൻപത്തെ വർഷം 2.12 കോടിയാണ്. അപ്പൊ നമ്മളൊരു കണക്കെടുക്കാൻ തന്നെ കഴിഞ്ഞ 2 വർഷത്തിൽ ഏകദേശം 4.5 കോടിയോളം ഈ ടൂറിസ്റ്റുകൾ അവിടെ പോയി അവർ തിരിച്ചു വന്നു. അപ്പൊ ഇതുപോലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അതൊരു വാസ്തവമാണ്. അപ്പൊ ഇപ്പൊ നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ്, ഞാനതിന്റെ സിസ്റ്റം പറഞ്ഞത്. ആ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു അവലോകനം ഏജൻസീസ് ചെയ്യും. അതൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഭീകരവാദികളെ എങ്ങനെ പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും എന്നാണ് അവിടുത്തെ ആളുകൾ ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു അവലോകനം ചെയ്യും. അതായത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഒരു സൈനിക സാന്നിധ്യവും ഇല്ലാതെ പോയത് എന്തുകൊണ്ട്, അതിനൊരു വളരെ സിമ്പിൾ ആയ ഉത്തരം മാത്രം മതി. ഓക്കെ, അതിന്റെ എന്തുകൊണ്ടാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇപ്പൊ ഇവർ പോയത് പെഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ടൂറിസ്റ്റുകളെല്ലാം പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെഹൽഗാമിൽ ഇവർ പോകുന്നത് ഒരു ടൂറിസ്റ്റ് ആയിട്ട്, എല്ലാവരും നല്ല വിനോദസഞ്ചാരത്തിൽ നല്ലൊരു എൻവയറമെന്റിൽ ഇരിക്കുകയാണ്. അവിടെ നമ്മളൊരു 100ഓളം സൈനികരെ പിടിച്ച് നിർത്തുകയാണെങ്കിൽ അവർക്ക് അതേ രീതിയിലുള്ള ഒരു ഫീലാണോ കിട്ടുന്നത്? ഒരു സമാധാനത്തിലേക്ക് വരുന്ന കശ്മീരിൽ സ്വാഭാവികമായിട്ട് സൈനികരും പോലീസും പക്ഷേ സമാധാനത്തിലേക്ക് വരുന്നു എന്ന് നമ്മളുടെ ഒരു ആഗ്രഹം മാത്രമാണോ എന്ന ആശങ്ക വീണ്ടും ഉയർന്നു വരികയല്ലേ? ഇപ്പോൾ 2.5 കോടി കഴിഞ്ഞ വർഷം കശ്മീരിലെത്തി വിനോദസഞ്ചാരികൾ എന്നൊക്കെ പറയുമ്പോഴും ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിന് ശേഷം എല്ലാം സാധാരണ രീതിയിലേക്ക് എത്തുകയാണെന്നൊക്കെ പറയുമ്പോഴും അങ്ങനെയാണോ എന്നൊരു പുനർവിചിന്തനത്തിലേക്ക് കൂടി എത്തിച്ചിരിക്കുകയാണ്. കശ്മീർ വീണ്ടും ഹെഡ്ലൈൻസിൽ എത്തുകയാണ്. അന്താരാഷ്ട്ര വാർത്താ തലക്കെട്ടിൽ കശ്മീർ ഇടം നേടിയിരിക്കുകയാണ്. അതെ, എന്റെ ഒരു അതിനകത്ത് ഒരു സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ടല്ല കശ്മീരിൽ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്നത്. കഴിഞ്ഞ 30-35 വർഷം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒരു ഫേസ് വരും, എല്ലാം ശാന്തമായിട്ട് ഇരിക്കുന്ന ഒരു ടൈം വരും. പിന്നീട് പെട്ടെന്ന് ഒരു സ്പൈക്ക് വരും, അവിടെ വീണ്ടും ഒരു പ്രശ്നം വരും, പിന്നീട് വീണ്ടും താഴ്ന്നു വരും. ഇത് ഇങ്ങനെ ഒരു ഡൈനമിക് ആയിട്ട് നടക്കുന്ന ഇത് നമ്മൾ ഒറ്റ ഒരു ഇൻസിഡന്റ് വെച്ച് മാത്രമല്ല നമ്മൾ കാണുന്നുള്ളത്. ഇതിനെക്കുറിച്ച് അവിടെ ജോലി ചെയ്തിട്ടുള്ള പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ളത്, ഇതിനെക്കുറിച്ച് പഠിച്ചെന്നുള്ളത്, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ഞാൻ പറയുന്നത് അതിനെ കൊച്ചാക്കി കാണുകയല്ല. പക്ഷെ ഇതൊരു നമ്മൾ ഒരു ഇൻസിഡന്റ് ഇന്നലെ മെനഞ്ഞാന്നായത് ഉടനെ തന്നെ അതൊരു സെക്യൂരിറ്റി വീഴ്ചയാണ്, അതൊരു ഇന്റലിജൻസ് വീഴ്ചയാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നു നമ്മൾ ആരും അതിന് അങ്ങനെ ഒരു ആംഗിളിലേക്ക് തൽക്കാലം പോകണ്ട. അതിനെക്കുറിച്ച് ഡെഫിനറ്റ് ആയിട്ട് ചർച്ച ചെയ്യണം, അതിനെക്കുറിച്ച് പഠിക്കണം, ലെസൺസ് ലേൺ വരും എന്നുള്ളത് മാത്രമാണ്. എന്താണ് ഇതിന് കേന്ദ്രം നൽകാൻ പോകുന്ന മറുപടി എന്നതും നമ്മൾക്ക് കാത്തിരിക്കാം, അതെന്തായിരിക്കും പറയാൻ പോകുന്നത് എന്നത്. വളരെ നന്ദി ബ്രിഗേഡിയർ എൻ ബാലൻ, ഒപ്പം റിട്ടയർഡ് കേണൽ എസ് ഡിന്നി നമുക്കൊപ്പം ചർച്ചയിൽ പങ്കെടുത്തത്. നമ്മൾ ഒരിക്കൽ കൂടി ആ വാർത്തയിലേക്ക് പോവുകയാണ്. BS ജവാൻ പാകിസ്ഥാനിൽ കസ്റ്റഡിയിലായിരിക്കുന്നു. അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്ന BS ജവാനാണ് പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ആയത്. പാക് റേഞ്ചേഴ്സ് BSF ജവാനെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ്. ബൽറാം വിശദാംശങ്ങളുമായി. ബൽറാം, അദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് നേരത്തെ ബൽറാം പറഞ്ഞത്. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ പോസിറ്റീവായി? അനുജ, ഒരു ഫ്ലാഗ് മീറ്റിംഗ് BSFന്റെയും പാക് റേഞ്ചേഴ്സിന്റെയും ഒരു ഫ്ലാഗ് മീറ്റിംഗ് ഇതുവരെ പൂർത്തിയായതായി നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ തീരുമാനം, ഇദ്ദേഹത്തെ തിരികെ എത്തിക്കാനുള്ള തീരുമാനമുണ്ടായോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. PK സിംഗ് എന്ന BSF കോൺസ്റ്റബിൾ ആണ് പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായിരിക്കുന്നത്. പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിൽ വെച്ചാണ് അദ്ദേഹം സീറോ ലൈൻ മുറിച്ചു കടന്നത്. പാക് അതിർത്തിയിലേക്ക് 30 മീറ്ററോളം അദ്ദേഹം കടന്നിരുന്നു എന്നാണ് പാക് റേഞ്ചേഴ്സിൽ നിന്നും ലഭ്യമായ വിവരം. തുടർന്ന് പാക് റേഞ്ചേഴ്സ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നും സർവീസ് തോക്കും ഒപ്പം തന്നെ 3 മാഗസിനുകളും 60 തിരികളും കൂടാതെ ടോർച്ച്, വാക്കി ടോക്കി തുടങ്ങിയ ഉപകരണങ്ങളും പിടിച്ചെടുത്തതായി പാക് റേഞ്ചേഴ്സ് BSFനെ അറിയിച്ചിട്ടുണ്ട്. 17 വർഷത്തെ സർവീസ് ഉള്ള ഒരു BSF ജവാനാണ് PK സിംഗ്. അദ്ദേഹം കൊൽക്കത്ത സ്വദേശിയാണ്. അദ്ദേഹം അബദ്ധത്തിലാണ് ഈ രേഖ മുറിച്ചു കടന്നത് എന്ന് അദ്ദേഹം പാക് റേഞ്ചേഴ്സിനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം നിലവിൽ ഇപ്പോൾ ഇന്ത്യ പാക് ബന്ധം തകർന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിച്ച ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇത്തരത്തിൽ പാക് റേഞ്ചേഴ്സിന്റെ പിടിയിലായത് എന്നുള്ളതാണ് സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുന്നത്. സാധാരണ നിലയിൽ തീർത്തും സമാധാനപരമായ ഒരു അതിർത്തി മേഖലയാണ് പഞ്ചാബിലെ പാക് ഇന്ത്യ അതിർത്തി പ്രദേശം എന്നുള്ളത്. അവിടെ അബദ്ധത്തിൽ അതിർത്തി മുറിച്ചു കടന്നതിനാണ് അദ്ദേഹത്തെ പാക് റേഞ്ചേഴ്സ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അനുജ,
BSF ജവാൻ PK സിംഗ് എന്നയാളാണ് കസ്റ്റഡിയിലുള്ള. അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. അബദ്ധത്തിൽ അതിർത്തി മുറിച്ച് കടന്ന ആളാണ് PK സിംഗ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മോചനത്തിനായുള്ള ചർച്ചകൾ ആരംഭിച്ചു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഏറെക്കാലത്തെ ആസൂത്രണത്തിന് എന്തുകൊണ്ട് ഭീകരസംഘം ബൈസരൺ വാലി തെരഞ്ഞെടുത്തു? മിനി സ്വിറ്റ്സർലൻഡ് എന്ന മനോഹര താഴ്വര കുരുതിക്കളമാക്കാൻ എന്തുകൊണ്ടായിരിക്കും സംഘം തീരുമാനിച്ചത്? നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്കാണ് ഇനി. എന്തുകൊണ്ട് ബൈസരൺ വാലി? പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം രാജ്യം നടുങ്ങിയ പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് എന്തുകൊണ്ട് ഭീകരർ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ബൈസരൺ വാലി തിരഞ്ഞെടുത്തു? പുൽമേടുകളും പൈൻ മരങ്ങളും നിറഞ്ഞ ബൈസരൺ താഴ്വരയിലേക്ക് സുരക്ഷാ സേനയ്ക്ക് എത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട് ഭീകരർ നന്നായി മുതലെടുത്തു. ഇവിടേക്ക് വാഹന സൗകര്യമില്ലാത്തതും സുരക്ഷാ സേനയുടെ സാന്നിധ്യം കുറവെന്ന ആനുകൂല്യവും ഭീകരർ കൃത്യമായി മനസ്സിലാക്കി. പുൽമേട് കടന്ന് പൈൻകാട്ടിലേക്ക് എത്തി ഒളിഞ്ഞിരുന്ന് വെടിയുതിർക്കാനാകുമെന്നതും അവർ നേരത്തെ മനസ്സിലാക്കി. ആക്രമണശേഷം വനത്തിൽ ഒളിക്കാമെന്ന സൗകര്യം ഈ മനോഹര താഴ്വര തിരഞ്ഞെടുക്കാൻ കാരണമായി. ആക്രമണത്തിന് മുൻപേ ഭീകരർ പഹൽഗാമിൽ തമ്പടിച്ചു. ഹോട്ടലുകളിലടക്കം നിരീക്ഷണം നടത്തി. ആ 26 ജീവനുകൾ നിർദ്ധയം കവർന്നെടുക്കുന്ന കാഴ്ച ഭീകരർ ഹെൽമറ്റ് ക്യാമറയിൽ പകർത്തി. വസ്ത്രങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഈ ക്രൂരകൃത്യം നടത്താൻ ആ 4 പേരെ ചുമതലപ്പെടുത്തിയവരെ കൃത്യമായി ഞങ്ങൾ ആ ജോലി നിർവഹിച്ചോ എന്ന് ബോധ്യപ്പെടുത്താനായിരിക്കും ആ ദൃശ്യങ്ങൾ. നമ്മൾ നമ്പർ 2 ന്യൂസിലേക്ക് വളരെ വേഗം ഒന്ന് പോവുകയാണ്. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇന്ന് ചോദ്യം ചെയ്യലിൽ വന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളിലേക്ക്. പ്രതി അമിത്തിന്റെ ചോദ്യം ചെയ്യൽ വിശദാംശങ്ങൾ അതാണെന്ന് പുറത്തു വന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സഹായിച്ചത് കല്ലറ സ്വദേശി ഫൈസൽ ഷാജി എന്ന വിവരം പോലീസിന് ലഭിച്ചു. പ്രതി കുറ്റകൃത്യം നടത്താൻ പോകുന്നതിന്റെയും കൊലപാതകം നടത്തിയതിനു ശേഷം DVR ഉപേക്ഷിക്കാൻ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കുറേ ബുദ്ധിമുട്ടുകളും എല്ലാം വന്നപ്പോൾ അതിനെല്ലാം കാരണക്കാരൻ വിജയകുമാർ എന്നുള്ള നിലയ്ക്കുള്ളൊരു വൈകാരിക പ്രതികരണമാണ്. വ്യക്തിവൈരാഗ്യം കൊണ്ട് ചെയ്തൊരു കൊല മാത്രമാണ്. നമ്മുടെ പ്രാഥമികമായ അറിവ് വിജയകുമാറിനെ മാത്രം കൊല്ലാൻ ഉദ്ദേശിച്ചാണ് വന്നത് എന്നുള്ളതാണ്. കുറ്റസമ്മത മൊഴിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് ആ വീട്ടിൽ ഭാര്യയും ഒത്ത് ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്ന ആളാണ്. അപ്പോൾ വിജയകുമാറിൻ്റെ വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് വീടിൻ്റെ സാഹചര്യങ്ങളും എങ്ങനെ അകത്ത് കടക്കാം എന്നുള്ള അറിവെല്ലാം പ്രതിക്കുണ്ടായിരുന്നു. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ ചോദ്യം ചെയ്യൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു കേട്ടുകേൾവിയില്ലാത്ത നടുക്കുന്ന കൊടും പകയുടെ നേർസാക്ഷ്യമായി മാറുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ പോലീസിൽ പിടിപ്പിച്ചതിന്റെ പക പ്രതി അമിത് ഉള്ളിൽ ഒളിപ്പിക്കുകയും വിജയകുമാറിനെ വകവരുത്തുക എന്ന തന്റെ ദീർഘനാളത്തെ പദ്ധതി വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയുമായിരുന്നു. പ്രതിയുടെ ചോദ്യം ചെയ്യലിൽ പുറത്തു വന്നത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. പ്രതി നൽകിയ മൊഴികൾ എന്തൊക്കെയായിരുന്നു? അത് വളരെ വേഗം നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ പറഞ്ഞതുപോലെ ഫോൺ മോഷണവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഫോൺ മോഷ്ടിച്ചതിലേക്ക് പോകുന്നു. അതിൽ ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ അയാൾ പറഞ്ഞ കാര്യം, പലതവണ ശമ്പളം ചോദിച്ചു, പക്ഷേ ആ ശമ്പളം നൽകാതിരുന്നു. അതിനുള്ള പ്രതികാരം എന്ന തരത്തിലേക്കാണ് മൊബൈൽ മോഷ്ടിച്ചത്. ഇതാണ് ഈ പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഫോൺ മോഷ്ടിച്ചതിന് പോലീസ് പിടിച്ച് അറസ്റ്റിലായി. അതുകൊണ്ട് ഭാര്യയുടെ പ്രസവകാലത്ത് തനിക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല. ഇതാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞ മറ്റൊരു കാര്യം. അത് അലസിപ്പോയി, ഗർഭം അലസി, പരിചരിക്കാൻ തനിക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് അയാൾ പറയുന്നുണ്ട്. വേണ്ട പരിചരണം കിട്ടാത്തതിനാലാണ് ഭാര്യയുടെ ഗർഭം അലസിപ്പോയി എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രകോപന കാരണമായി ഈ കുറ്റവാളി പറയുകയും ചെയ്യുന്നു. ഇനി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് ആരെ എന്നതിൽ ചോദ്യം ചെയ്യലിൽ ഇയാൾ പറയുന്നത് വിജയകുമാറിനെ മാത്രമാണ് കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നത് എന്നതാണ്. ശബ്ദം കേട്ട് മീര ഉണർന്നു വന്നു, അതുകൊണ്ട് തനിക്ക് മറ്റു മാർഗമില്ലാതെ മീരയെ കൂടി കൊലപ്പെടുത്തേണ്ടി വന്നു. ഇതാണ് ഈ പ്രതി പോലീസിനോട് പറഞ്ഞത്. അതെങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നതുകൂടി വളരെ വിശദമായി പറയുന്നു. ആദ്യം വിളക്കെടുത്ത് തലയ്ക്കടിച്ചു, അങ്ങനെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. പിന്നീട് ഇത് നടക്കാതെ വന്നു, അതോടെ വീട്ടിനുള്ളിൽ തന്നെ കോടാലിയെടുത്ത് ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് പ്രതി ഇന്ന് പോലീസിന് മുന്നിൽ സമ്മതിച്ച കാര്യങ്ങളാണ്. അതാണ് ഇത്ര ക്രൂരമായി എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, കടുത്ത പക അത് മാത്രമാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നതുകൂടി ഇന്ന് പോലീസിന് മുന്നിൽ പ്രതി സമ്മതിച്ചതിന്റെ വിശദാംശങ്ങൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത്. നമ്മൾ 3 ന്യൂസിലേക്ക് വളരെ വേഗം പോകുന്നു. നടി വിൻസി അലോഷ്യസിന്റെ പരാതിക്ക് പിന്നാലെ മറ്റൊരു പരാതി കൂടി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ വന്നു. അത് ഇന്നത്തെ 3ാമത്തെ വാർത്തയായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. യുവനടി അപർണ ജോൺസ് ആണ് രംഗത്തെത്തിയത്. സൂത്രവാക്യം സിനിമയുടെ ലൊക്കേഷനിൽ നടൻ മോശമായി പെരുമാറിയെന്നാണ് അപർണ ജോൺസിന്റെ വെളിപ്പെടുത്തൽ. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. വിൻസി അലോഷ്യസ് ഉന്നയിച്ച പരാതിക്ക് പൂർണ്ണ പിന്തുണയെന്നും അപർണ ജോൺസ് 24നോട് പറഞ്ഞു. സൂത്രവാക്യം സിനിമാ ലൊക്കേഷനിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പെരുമാറ്റം സഹിക്കാൻ കഴിയാത്തതായിരുന്നെന്ന് നടി അപർണ ജോൺസ്.
ചിത്രീകരണ സമയത്ത് നടന്റെ വായിൽ നിന്ന് ലഹരി താഴെ വീണതായി കണ്ടു. ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്നും അപർണ ജോസ് തുറന്നടിച്ചു. എന്നോട് മാത്രമല്ല, അവിടെ സെറ്റില് മറ്റു സ്ത്രീകളോട് ഞാൻ സാക്ഷിയായിരിക്കവേ ഉള്ള പെരുമാറ്റം സെറ്റില് വളരെ മോശമായ രീതിയിൽ അങ്ങേയറ്റം സ്ട്രോങ് ആയിട്ടുള്ള അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ വളരെ ഡിസ്റ്റർബിംഗ് ആവുന്ന തരത്തിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മോശമായ അനുഭവം ഉണ്ടായപ്പോൾ സിനിമയിലെ സഹപ്രവർത്തക തന്ന ധൈര്യത്തിലാണ് മുന്നോട്ട് പോയത്. ഷൈൻ കഴിവുള്ള പ്രതിഭയാണെന്നും ഈ ആരോപണങ്ങൾ അദ്ദേഹത്തെ മാറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടെന്നും നടി. അദ്ദേഹം നല്ലൊരു നടനാണ്. ആ നടൻ മലയാള സിനിമയിൽ നിന്ന് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അദ്ദേഹം തിരിച്ചു വന്നോട്ടെ, നല്ലതായിട്ട് ഈ പ്രൊഫഷണലായിട്ട് ബിഹേവ് ചെയ്യാൻ പ്രാപ്തനായിട്ട് അദ്ദേഹം തിരിച്ചു വന്നത് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുവാൻ. അത് തന്നെയാണ് വിൻസിയും ചെയ്യാൻ ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അസഹനീയമായ പെരുമാറ്റം ഷൈന്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴാണ് വിൻസി പരാതിപ്പെട്ടതെന്ന് കരുതുന്നു. വിൻസിയുടെ പരാതിക്ക് പൂർണ്ണ പിന്തുണ. അമ്മ സംഘടനയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അപർണ വ്യക്തമാക്കി. 24 കൊച്ചി. ഈ വാർത്താ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വാർത്തകളാണ് നമ്മൾ പരിശോധിച്ചത്. ഏറ്റവും പ്രധാനമായി നമ്പർ 1 ന്യൂസ് പെഹൽഗാം ഭീകരാക്രമണം, അതിനെ തുടർന്നുണ്ടാകുന്ന നയതന്ത്ര തലത്തിലുള്ള നടപടികൾ ഇരു രാജ്യങ്ങളും കൈക്കൊള്ളുന്നത് എങ്ങനെയെന്നത് വളരെ വിശദമായി നമ്മൾ പരിശോധിച്ചു. ഒപ്പം തന്നെ നമ്പർ 2 തിരുവാതിക്കൽ ഇരട്ട കൊലപാതകത്തിലെ പ്രതിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. നമ്പർ 3 ന്യൂസ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ യുവനടി നൽകിയ പരാതി. നാളത്തെ 3 പ്രധാനപ്പെട്ട വാർത്തകളുമായി വീണ്ടും 1, 2, 3 ന്യൂസിൽ 5 മണിക്ക് കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.